ഓം ശ്രീ ആഞ്ജനേയായ നമ. MSP4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വതി നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 2026 വ്യാഴ മാറ്റവുമായി ബന്ധപ്പെട്ട് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക. 2026 ജൂൺ മാസം 2-നാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത്. അതായത് 2025 മെയ് 14 മുതൽ മിഥുനം രാശിയിൽ തുടരുന്ന വ്യാഴം 2026 ജൂൺ 2-ന് ചൊവ്വാഴ്ച ദിവസം മൂലം നക്ഷത്രത്തിൽ മിഥുനക്കൂറിൽ നിന്ന് കർക്കിടക കൂറിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. കൊല്ലവർഷം 1201 ആണ്ട് ഇടവം 19-നാണ് വ്യാഴ സംക്രമണം നടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം, അതായത് ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു വ്യാഴമാറ്റം കർക്കിടക രാശി, വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടക രാശി. കർക്കിടക രാശിയിൽ വ്യാഴം 12 വർഷങ്ങൾക്ക് ശേഷമാണ് എത്തിച്ചേരുന്നത്. അതായത് ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കർക്കിടക രാശിയിലേക്ക് 2026 ജൂൺ മാസം 2-ാം തീയതി വ്യാഴം സംക്രമിക്കപ്പെടുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തില് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ വ്യാഴ മാറ്റം എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 3-ാം ഭാവാധിപനും അതുപോലെ തന്നെ 12-ാം ഭാവാധിപനുമായ വ്യാഴം വരാൻ പോകുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. അതായത് കളത്ര സ്ഥാനത്തേക്കാണ്. 3-ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹോദര സ്ഥാനം. ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാക്രമോ ദക്ഷിണകർണ സഹായൗ ച ചിന്തനീയം തൃതീയതഃ. 3-ാം ഭാവം നിങ്ങളുടെ ധൈര്യം, സഹോദര സ്ഥാനം, അതുപോലെ തന്നെ സഹായങ്ങൾ ഒക്കെ ചെയ്യേണ്ട ആ ഒരു സ്ഥാനം, ഇതൊക്കെയാണ് 3-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ 12-ാം ഭാവാധിപനുമായ വ്യാഴം, 12-ാം ഭാവം പാപം വ്യയം ച പതനം നിരയേ വാവമംബകം, അതായത് നിങ്ങളുടെ ചെയ്തിട്ടുള്ള ജീവിതത്തിലെ പാപങ്ങൾ, ചിലവുകൾ, അങ്ങനെയുള്ള ചിലവുകളെല്ലാം അതിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ സ്ഥാനഭ്രംശം, വൈകല്യം, ഇതെല്ലാമാണ് 12-ാം ഭാവത്തിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള സമയമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ സഹോദരങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് നല്ല സമയം. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല സമയമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്ന സമയം. അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കും നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. പ്രത്യേകിച്ച് ജോലിയിൽ ട്രാൻസ്ഫർ റിക്വസ്റ്റുകളൊക്കെ കൊടുത്തവർക്കും ഇൻക്രിമെന്റ് സംബന്ധമായിട്ടുള്ള നിവേദനങ്ങളൊക്കെ കൊടുത്തവർക്കും നല്ല ദൈവാധീനം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷെ വ്യാഴത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കണം. അതിന് വ്യാഴ മന്ത്രം ദിവസവും ജപിക്കുക. ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 3-ാം ഭാവത്തിലാണ് ശനി. 3-ാം ഭാവത്തിലെ ശനി വളരെ നല്ല സ്ഥാനമാണ്. 3-ലെ ശനി മുടിവെച്ചു വാഴും എന്നാണ് പറയുന്നത്. അത്ര നല്ല സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ
ശനിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ ദൃഷ്ടി മീനം രാശിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ശനിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശനിയുടെ യാതൊരുവിധ തടസ്സങ്ങളും നിങ്ങളെ ഏൽക്കുന്നതല്ല. ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക, അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഹനുമാൻ ചാലീസ ദിവസവും ജപിക്കുക. ശത്രു തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 7ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. 7ാം ഭാവം കളത്രസ്ഥാനം, ദാമ്പത്യപരമായിട്ടുള്ള അങ്ങനെയുള്ള തടസ്സങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അങ്ങനെയുള്ള ദാമ്പത്യ കലഹങ്ങൾ മാറുന്നതാണ്. ദമ്പതികൾക്കിടയിൽ വളരെ നല്ല സമയം, ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. വാക്ക് തർക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ വിവാഹം, ദീർഘകാലമായി വിവാഹം ആലോചിച്ച് അങ്ങനെ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറി വ്യാഴം അനുഗ്രഹസ്ഥാനത്തേക്ക് തന്നെ വരുന്നതാണ്. വ്യാഴ മന്ത്രം ദിവസവും ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പറ്റുന്ന വേളകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല വഴിപാട് മഞ്ഞപ്പട്ട് വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും, അതുപോലെ തന്നെ ഭഗവാന്, അതായത് നിങ്ങൾ ദർശനം നടത്തുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമാണ് നടത്തുന്നതെങ്കിൽ തൃക്കൈവെണ്ണ വഴിപാട് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. മാസത്തിൽ ഒരിക്കൽ വിഷ്ണു ഭഗവാന് പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും ശത്രു തടസ്സങ്ങൾ മാറുന്നു. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതുമാണ്. ആരോഗ്യ ക്ലേശങ്ങൾ, രോഗപീഠകളെല്ലാം മാറി നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള ഒഫീഷ്യലി നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള നല്ല ഭാഗ്യം, അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറുന്നു. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പറ്റിയ അനുകൂലമായിട്ടുള്ള സമയം, അതുപോലെ ബിസിനസ് എക്സ്പാൻഷന് പറ്റിയ സമയം, വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാനുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയം, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല ദൈവാധീനമുള്ള സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹനിലയിലെ വ്യാഴത്തിന്റെ സ്ഥാനം നോക്കിക്കൊണ്ട് യഥാവിധി പരിഹാരങ്ങളും വഴിപാടുകളും ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. അങ്ങനെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇങ്ങനെയാണ് വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നത്. നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSP ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.